നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ മായം കലർത്തിയിട്ടുള്ള തേൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന്. ഇതിൽ വേറൊരു ഇതും കൂടെ എന്താ പറയുക, വേറൊരു അപകടം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ അടുക്കളയിലൊക്കെ പൊള്ളൽ പറ്റുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് പറ്റുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തേൻ സൂക്ഷിക്കും. അപ്പോൾ ഈ മായം കലർന്നിട്ടുള്ള തേനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വൂണ്ട് ഹീലിങ്ങിന് പകരം ആ മുറിവ് പഴുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന തേനും എപ്പോഴും നല്ല തേനാണ്. അപ്പം നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന പല തേനിന്റെ മുകളിൽ ലേബിള് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അത് ഒറിജിനൽ ഹണിയാണ്, റോ ഹണിയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അത് ഉറപ്പ് വരുത്തണം നമ്മൾ കയ്യിലിരിക്കുന്നത് നല്ല തേനാണ് എന്നുള്ളത്. കാരണം ഇത്തരം ഇപ്പൊ പെട്ടെന്നൊരു പൊള്ളൽ വന്ന് നമ്മൾ അടുക്കളയിൽ നിന്ന് ഈ തേൻ എടുത്തിട്ട് നമ്മളെ ഇതിൽ പൊള്ളിയ സ്ഥലത്ത് പുരട്ടുമ്പം അത് ഇൻഫെക്ഷൻ ആവാൻ ഒരിക്കലും പാടില്ല. അപ്പം മായം കലർന്നിട്ടുള്ള തേനാണെങ്കിൽ അതിനൊരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തേനുകൾ നമ്മൾ വാങ്ങിക്കുമ്പം കൃത്യമായിട്ട് അത് ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. താങ്ക് യു.